ഹലോ ഫ്രണ്ട്സ്, അപ്പം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വ്ളോഗ് ഒരു ഓണ സെലിബ്രേഷൻ ആണ്. അപ്പം നിങ്ങൾ വിചാരിക്കും എനിക്കാണെന്ന്. അല്ല, എനിക്കല്ല, എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ മോൻ്റെ ഓണ സെലിബ്രേഷൻ അങ്ങനെ വഴിയില്ല. അതിനെ എന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിച്ചാണ്, അല്ലാതെ ഞാനായിട്ട് അങ്ങോട്ട് വലിഞ്ഞിട്ട് കയറിയതൊന്നുമല്ല. അങ്ങനെ ഫ്രണ്ട്സ്, ഞാൻ താഴെത്തി ഓട്ടോയിൽ കയറി. സത്യത്തിൽ അനീച്ചിൻ്റെ വീടിൻ്റെ അവിടെ വരെ ഓട്ടോ പോകുന്നതാണ്. ഈ ഓട്ടോക്കാരൻ എന്നെ ചതിച്ചു, എന്നെ പകുതി വെച്ച് ഇറക്കി വിട്ടു. അതുകൊണ്ട് ഞാനിപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നായ്ക്കളുണ്ടോ നോക്കി ലാസ്റ്റ് എങ്ങനെയൊക്കെയാണ് ഞാൻ അവിടെ അങ്ങനെ തന്നെ ഈ കുർത്ത കെട്ടാൻ സാധനം പിടിച്ചു തന്നു. ഓ പൊന്നോ ഒന്നും പറയണ്ട, എൻ്റെ പുറത്തൊക്കെ കയറിയിട്ട് നോൺ കളിച്ചിരുന്നത്. അപ്പൊ ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. എന്താ, പാവടയും ബ്ലൗസും ആയിരുന്നു ഇത്. സത്യം പറഞ്ഞാൽ ഇതൊരു ധാവണിയാണ്, ഞാൻ അത് പാടിയും ബ്ലൗസ് ആയിട്ട് ഇട്ടതാണ് ഗായ്സ്. അങ്ങനെ ഇത് ഇട്ട് വരണ്ടില്ലായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചു. കാരണം ഞങ്ങൾ അംഗനവാടിയിലേക്ക് പോകുമ്പം മഴ പെയ്തു. സോ ഫുള്ള് അലമ്പായി, താഴത്ത് ഫുള്ള് നനഞ്ഞിൻ്റെ പൊന്നും ഒന്നും പറയണ്ട. അങ്ങനെ ഫ്രണ്ട്സ്, ചെക്കൻ്റെ കോസ്റ്റ്യൂം എങ്ങനെ ഉണ്ട്? അങ്ങനെ അതേണ്ടേ പൊരിഞ്ഞ മഴ. ഞങ്ങൾ കുടയും പിടിച്ച്, കാരണം ഓരോരുത്തർ ഓരോ ഫുഡ് ഉണ്ടാക്കി വരണം. അപ്പം അനീച്ച് അവിയലായിരുന്നു ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ പാടെ പിടിച്ച് വരാനും പാവട ഫുള്ളും നനഞ്ഞിതായി. അങ്ങനെ ഇതാണ് ഞാൻ മുല്ലപ്പൊക്കെ വെച്ച് ഞാൻ അവിടെ നിന്ന് വെച്ചിട്ടാ മുല്ലപ്പൊക്കെ. ഈ അടുത്ത് നിൽക്കുന്നത് അമലേട്ടൻ്റെ കുടുംബം. അമലേട്ടൻ വെച്ചാൽ അനീഷിന് ഭർത്താവ്. അങ്ങനെ ഫ്രണ്ട്സ്, ഒന്ന് അടുക്കളയിലൊക്കെ ഒന്ന് കയറി നോക്കിയപ്പം അവിടെ എന്തൊക്കെയോ പരിപാടികളൊക്കെ നടക്കുന്നത്. എന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഞാൻ ഒന്നും കൂടി മുന്നോട്ട് പോയപ്പോഴാണ് മനസ്സിലാവുക അവിടെ സാമ്പാറിന് ഉള്ള കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട്. അങ്ങനെ ഫ്രണ്ട്സ് നോക്കൂ, അനീഷിനെ കാണാൻ നല്ല രസമുണ്ടല്ലേ. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് പോകാൻ നേരത്ത് നല്ല രസമുണ്ടായിരുന്നു. വാ, നൈസായിരുന്നു ആ ഒരു ഈ മുഖമൊക്കെ. അങ്ങനെ കുട്ടികളെയൊക്കെ കൊണ്ട് അടുക്കളയിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പം ഞാൻ നോക്കുന്നത് എന്തിനാ ഇവരൊക്കെ കൊണ്ടുപോകുന്നത്. കുറച്ചുകൂടി ഞാനും അവരെ വയ്യാതെ ഞാനും പോയി നോക്കിയപ്പോഴാണ് മനസ്സിലായത് സാമ്പാർ എങ്ങനെ ഉണ്ടാക്കുന്നത് കാട്ടി കൊടുക്കാൻ പോയി. അങ്ങനെ ഒരുവിധം കുട്ടികളൊക്കെ വന്നുകൊണ്ട്. ഇത് നോക്കൂ ഫ്രണ്ട്സ്, എൻ്റെ കൈമിലൊക്കെ ചോക്ക് കണ്ടോ. ഞാനാണ് പൂക്കളത്തിന്റെ ഡിസൈൻ വരച്ച് കൊടുത്തത്. അങ്ങനെ ഞാൻ ഓരോരുത്തരോട് പറഞ്ഞ് ഇട്ട് തുടങ്ങിക്കോളി, ഓരോ മുലേന്ന് ഓരോരുത്തർ ഇട്ട് തുടങ്ങിക്കോളി പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുക. കാരണം ഞാൻ ആ ഒരു ചിത്രം വരയ്ക്കാൻ കഷ്ടപ്പെട്ടിരിക്കണം. അതുകൊണ്ട് ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ എന്ന് ഞാൻ. പിന്നെ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനും കുറച്ച് സഹായിച്ചിട്ട് ഞാനും പൂട്ട് കൊടുത്തു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വായിലൊക്കെ തുറന്നിട്ട്, കാരണം ഇവരൊക്കെ ഉള്ളിലാക്കിയായിരുന്നു, പുറത്ത് ഞങ്ങൾക്ക് പൂടണമല്ലോ മര്യാദയ്ക്ക്. അങ്ങനെ ഇവരെ ഉള്ളിലാക്കി നോക്കിയപ്പോൾ ആ വായിലൊന്ന് ഞാൻ തുറന്നപ്പം ഭയങ്കര പാട്ടും ഡാൻസ് കളിക്ക്. അങ്ങനെ ഇതാണ് ഞങ്ങളെ പൂക്കളം. എങ്ങനെയുണ്ട്, കൊള്ളാവോ? അങ്ങനെ ഞാനും ഓളും കൂടി ഫുഡ് കഴിക്കുന്ന സ്ഥലത്തേക്ക് പോയി കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ പോയത്. അങ്ങനെ ഓരോ സ്റ്റെപ്പ് കയറുമ്പോഴും ഞാൻ വിൽക്കാൻ പോകുന്നുണ്ട്, കാരണം നല്ല ലെങ്ത് ഉണ്ടായിരുന്നു പാവാട. അപ്പം അങ്ങനെ പിടിച്ച് കയറിയാണ്. അങ്ങനെ ഫുഡിൻ്റെ സ്ഥലത്ത് ഞങ്ങൾ എത്തി. നേരെ ഫുഡൊക്കെ മേശപ്പുറത്ത് വിളമ്പി വെച്ച് ഓരോ കുട്ടികളും അങ്ങനെ സ്റ്റഡിയായിട്ട് ഇരുത്തുന്നു ഗൈസ്. എല്ലാവരും ഗേൾസിനപ്പുറത്തും ബോയ്സിൻ്റെ അപ്പുറത്തായിട്ടും. ഗേൾസ് നല്ല രീതിക്ക് ഇരിക്കുന്നുണ്ട്. ബോയ്സ് ആണ് ഒരുവിധം ഇങ്ങനെ പടഞ്ഞു കളിക്കുന്നത്. ബോയ്സിൻ്റെ ഇലയുള്ളത് എടുക്കാന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോന്നും വേണ്ട. ഗേൾസിൻ്റെ ആണെച്ചാൽ എല്ലാവർക്കും എല്ലാം വേണം. അതുകൊണ്ട് ഞാൻ ഗേൾസിൻ്റെ അധികം ഞാൻ വീഡിയോസ് എടുത്തത്. പക്ഷെ ഫ്രണ്ട്സ്, അതിൻ്റെ ഇടയിൽ കൂടെ ഒരുത്തി പഴം അതാ പോകുന്നത്. ഓള് ഒരു പഴം ഓക്ക് വിശന്നിട്ട്, കാരണം രാവിലെ ഒന്നും കഴിച്ചില്ലായിരുന്നു. അതുകൊണ്ട് ഒരു പഴം എടുത്തിട്ട് ഓള് തിന്നിങ്ങനെ കുത്തിരിക്കുക. ഞാൻ ഓൾക്ക് ബസ്സിലിരുന്നാൽ മതിയായിരുന്നു, ആ കുട്ടികളെപ്പുറം ഇരുന്നാൽ മതി. പക്ഷെ ഓളിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അതേണ്ടേ പായസം പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. പായസം പിന്നെ ഞാനും ഓളും കൂടി ഷെയർ ചെയ്തിട്ട് കുടിക്കാന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ എടുത്തത് ഒരു ഗ്ലാസ്സിൽ. പക്ഷെ മീഡിയം മധുരേ ഉള്ളു. അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പായസം. അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു. സദ്യ വിളമ്പുന്നത് കാണാം. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് പഴം നിറഞ്ഞ് കായ്സ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ പഴം ബാക്കിയായിരിക്കും. ഞാനിപ്പോൾ അത് അവിടെ എവിടെയെങ്കിലും ഞാൻ വെക്കും. എനിക്ക് അതിനുള്ളൊരു സ്പേസ് ഇല്ല വയറ്റിൽ. സോ ഞാൻ അത് അവിടെ എവിടെയോ ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ എന്തായാലും അത് കഴിച്ചിട്ടില്ല. അവിടെ മതിയോളൂ പഴം തിന്നിട്ട് 5 പഴം തിന്ന്. ഇത് 5ാമത്തെ 6ാമത്തല്ലേ? 5ാമത്തെ പഴം കേട്ടോ. അയ്യോ, വയറൊക്കെ നല്ല ടേസ്റ്റ് കേട്ടോ. നമുക്ക് ബാക്കിയുള്ള കാണാം. ഇപ്പൊ ഒരുത്തി കുട്ടികളെ സാധനങ്ങളൊക്കെ എടുത്ത് ഓരോന്ന് നോക്കുക, ഓരോന്ന് പരീക്ഷിക്കുക എന്തൊക്കെ സാധനങ്ങൾ അവിടെ ഉള്ളത്. അങ്ങനെ എനിക്ക് ഓരോന്ന് എടുത്തിട്ട് എനിക്ക് കാട്ടിത്തരും. ഇതെങ്ങനെ ഉണ്ട്, അതെങ്ങനെ ഉണ്ട്, ഇത് വെക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് എങ്ങനെ കാട്ടിത്തരും ഓരോന്ന്. അങ്ങനെ പൂവിന്റെ കാലാവധിയും കഴിഞ്ഞു. ആ പൂവും കണ്ട് കളിക്കുക എല്ലാവരും. അത് കഴിഞ്ഞ് ആ വട്ടത്തിലുള്ള സാധനം ഇല്ലേ, അതിൽ എന്നെ കയറ്റി. എൻ്റെ പൊന്നോ, ഞാൻ സ്വർഗം കണ്ടിക്കണം ഫ്രണ്ട്സ്. തല ചുറ്റിയിട്ട് എൻ്റെ പൊന്നോ ഒന്ന് നിൽക്കാൻ വരെ പറ്റുന്നില്ലായിരുന്നു. എൻ്റെ പൊന്നോ ഭയങ്കര. ഇവർ നിർത്താൻ പറഞ്ഞ് നിർത്തുന്നില്ല. എങ്ങനെയൊക്കെയോ നിർത്തി. ഞാൻ ഇറങ്ങാനൊക്കെ ശ്രമിച്ചിട്ടാ. എങ്ങനെയൊക്കെയോ നിർത്തി. ലാസ്റ്റ് അപ്പോൾ ഓള് കറങ്ങണം. നോക്കൊന്നും ഒരു സുഖയുടെ ഒരു ഗുരു ഇല്ല തോന്നുന്നു. കാരണം ഇങ്ങനെ കറങ്ങല്ലേ, തല ചുറ്റുന്ന ആ ഒരു ഇതേ ഇല്ല തോന്നുന്നു. അങ്ങനെ പാട്ടൊക്കെ പാടി കഴിഞ്ഞിട്ട് ഗിഫ്റ്റ് പൊതിയാൻ
പോകുന്നു. ഗിഫ്റ്റ് ധാന്യേച്ചും പിന്നെ വേറെ താത്തയും 2 താത്തമാരിട്ടാ 2 താത്തമാരെയും വിറ്റായിരുന്നു ഇവർ കൂടുമ്പോൾ. എൻ്റെ പൊന്നോ ഇവർ രണ്ടാളെയായിരുന്നു ഞാനിങ്ങനെ അങ്ങോട്ടിട്ട് ഇങ്ങോട്ടിട്ട് അതാക്കി ഇതാക്കി എന്ന് പറഞ്ഞ് ഞാൻ കളിച്ചത്. എൻ്റെ പൊന്നോ ഒന്നും പറയണ്ട. ആ താത്തമാരാണ് ആ ഗിഫ്റ്റൊക്കെ പൊന്നത്. പിന്നെ ഓരോ ഗെയിമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ പോവാൻ ഇറങ്ങുകയാണ് ഫ്രണ്ട്സ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബൈ.